പി സി ജോർജ്, ഇയാളെ കുറിച്ച് ഞാൻ എന്ത് പറയാം? ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്യുവർ പൊളിറ്റിക്കൽ പിമ്പ്, രാഷ്ട്രീയ മാമ. അപ്പ കണ്ടവൻ അപ്പ എന്ന് വിളിക്കും. അവൻ്റെ ആവശ്യത്തിന് വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടി എപ്പോഴും എങ്ങോട്ടും ചാടിക്കളിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള പ്യുവർ പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു വ്യക്തി. എനിക്കതിലും കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ സോഷ്യൽ മീഡിയ ആയതുകൊണ്ടും എൻ്റെ വ്യൂവർഷിപ്പിൽ കുറേ കുട്ടികളും സ്ത്രീകളും പിന്നെ അത്യാവശ്യം പബ്ലിക്കിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് കാണുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇയാളെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഇയാൾ ഈ അടുത്താണ് അകത്ത് പോയത്. പാകിസ്ഥാനിലോട്ട് പോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ജയിലിലോട്ട് പറഞ്ഞയച്ചു. അതും കുറേ ലേറ്റ് ആയിട്ടാട്ടോ പറഞ്ഞയക്കുന്നത്. ഇയാളൊരു സ്കീം എന്ന് പറഞ്ഞാൽ ഇയാൾ ജയിലിൽ പോകുന്നതിന് പകരം നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുക. അത് ഇയാൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അപ്പയൊക്കെ വയ്യാതെയാവും. അപ്പം ഇയാൾ നേരെ ഹോസ്പിറ്റലിൽ പോയി കിടക്കും. പിന്നെ ബെയിൽ കിട്ടിയിട്ട് ജയിലൊന്നും കാണാതെ നേരെ പുറത്തിറങ്ങും, വീണ്ടും പറയും. ഇതൊരു തരം പിണറായിയും പി സി ജോർജും തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്നുള്ള സാധനങ്ങൾ കാണിച്ചു തരുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പി സി ജോർജ് ഇപ്പം അടുത്താണ് അകത്ത് പോയത്. പുറത്തിറങ്ങിയിട്ട് വീണ്ടും മീനച്ചിൽ താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടത് 400 പെൺകുട്ടികളെ തിരികെ കിട്ടിയത് 41 പേരെ മാത്രം. ലവ് ജിഹാദിനെതിരെ പി സി ജോർജ്. ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം എത്ര കാലമായിട്ട് ഇവിടെ ഡിസ്കഷനുണ്ട്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവോ ഒരു അന്വേഷണ റിപ്പോർട്ടോ എന്തെങ്കിലും ഒരു സാമാനം ഇവിടുത്തെ കേന്ദ്രം, BJP ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനടക്കം അവരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനടക്കം ഒരു തുമ്പോ തുരുമ്പോ തരിമ്പോ കിട്ടിയിട്ടില്ല ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട്. ഇന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനിസിൻ്റെയും ഇടയിൽ വന്നിട്ട് പി സി ജോർജിനെ പോലുള്ളവന്മാർ വന്നിട്ട് ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, മറ്റേ ജിഹാദ്, മറിച്ച ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തേ പി സി അണ്ണ സ്വന്തം വീട്ടിൽ മകൻ, മകൻ ഇത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ക്ലിപ്പൊന്നും ഞാൻ കൊടന്നു വയ്ക്കുന്നില്ല. മകൻ ഒരു ലേഡിയെ വിളിച്ചു കൊടന്നിട്ട് മതം മാറ്റിയപ്പോൾ അത് കുർബാന ജിഹാദാണ് എന്നും, ഇല്ലെങ്കിൽ നാട്ടിൽ ഇഷ്ടം പോലെ വേറെ മതത്തിലുള്ളവർ വേറെ മതത്തിലേക്ക് ആളുകളെ മാറ്റുമ്പോൾ അത് ചന്ദന ജിഹാദാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലേ? ഇത് വായിച്ചേങ്ങായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളെ മോളിഞ്ഞ് എത്ര ചർച്ച ചെയ്തിട്ടും കാര്യമില്ല, ഇയാൾ നന്നാവൂല. അതങ്ങനെയാണ്. ചില സാമാനങ്ങൾ, അടിയിലൂടെ പോകുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ എത്ര കഴുകിയാലും അത് വൃത്തികേട് തന്നെയാണ്. അപ്പം പിന്നെ അത്രയും ഞാൻ ഇയാളെ കൂട്ടുന്നുള്ളൂ. ഇനി ഈ മനുഷ്യൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഒരു സഭയിൽ സംസാരിക്കാൻ വിളിച്ചതാണ്. മൈക്ക് കണ്ടതോട് കൂടിയിട്ട് ആശാന് 10 ആൾ മുന്നിലിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അടിച്ചു വിടാൻ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആശാൻ അടിച്ചു വിട്ടതാണ് ഈ ലവ് ജിഹാദിൻ്റെ സ്കീം. ഇത് നിങ്ങളൊരു പി സി ജോർജ് റോസ്റ്റായിട്ട് കണ്ടാൽ മതി. കാരണം എനിക്ക് കൂടുതൽ ഇയാളെ എക്സ്പ്ലെയിൻ ചെയ്ത് ഉണ്ടാക്കാൻ വയ്യ. എക്സ്പ്ലനേഷനും കുറേയധികം കാര്യങ്ങളുടെ ഡിസ്കഷനും നമുക്ക് രാഹുൽ ഈശ്വറിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്, അതിലേക്ക് വയ്ക്കാം. പി സി ജോർജിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കേരളത്തിൽ ഇപ്പോൾ സത്യത്തിൽ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? എപ്പോൾ കുത്തുവടിയും കിട്ടുന്ന കാര്യത്തിലാണ് പേടിയാ മനുഷ്യന്. അത് ശരിയാണ്. വായൽനാവ് ശരിയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം കിട്ടും നാട്ടുകാരെ നിന്ന്, മനസ്സിലായോ? അപ്പോൾ റോഡിൽ നിന്നല്ല, സ്വന്തം വീട്ടിലിരിക്കാനും പാടോ. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ പോലീസ് പിടിക്കുന്നുണ്ടല്ലോ, റോഡിലിറങ്ങിയാൽ നാളെ നാട്ടുകാർ കൈ വയ്ക്കുകയും ചെയ്യും. സാധനം ശരിയാവണേ, അതല്ലല്ലോ. അപ്പോൾ പിന്നെ ആൾക്ക് കിട്ടും. അപ്പോൾ പിന്നെ പേടിച്ച് തന്നെ ജീവിക്കേണ്ട ഒരു ആശ. ഇപ്പോൾ ഈ 8-ാം തീയതി ഭരണങ്ങാനത്ത് നിന്ന് 25 പെൺകുട്ടി പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇന്നലെ രാത്രി പോയതാ നമ്മുടെ ഇവിടെ നമ്മുടെ കുളത്തങ്കൽ MLA അയൽവാസിയാണ്. വിളിച്ചു ചോദിച്ചാൽ അറിയാം. അവിടുത്തെ ഒരു ചന്ത മുസ്ലിമാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് പോയിട്ടുണ്ട്, മനസ്സിലായില്ല? അത് പിന്നെ ഇത് എല്ലാത്തിനും പേര് പറയാൻ പറ്റാത്ത എന്താന്ന് ചോദിച്ചാൽ, ഇത് വലിയ കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ്. അവരുടെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് അണക്കേടാണ്. അതുകൊണ്ടാണ് പറയാത്തത്. ഏതോ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒപ്പം പോയതൊരു ചന്ത മുസ്ലിമിൻ്റെ ഒപ്പാന്നുള്ളത്. താനൊക്കെ എന്ത് മനസ്ഥിതിയിലാണോ ജീവിക്കുന്നത്? തനിക്കൊക്കെ എന്താ വേണ്ട? ഈ വർഗീയത വിറ്റിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, മുസ്ലിങ്ങളെ കാണുന്ന സമയത്ത് തനിക്ക് ഇങ്ങോട്ട് ചൊറിഞ്ഞു പൊട്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, തൻ്റെ രോഗം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൻ ഒരു കാര്യം ചെയ്താൽ ഈ നാട്ടിൽ ജീവിക്കേണ്ട, താൻ ഇറങ്ങിപ്പോകും നാട്ടിൽ. അതാണ് നല്ലത്. അല്ലാതെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ വർഗീയത എടുത്ത് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പണിയാന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഭയങ്കരമായ ബോധവും ഇവരൊപ്പം വെച്ചിട്ടുണ്ട്.
മനസ്സിലായ? നീ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ വരുന്നത് ഈരാറ്റുപെട്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. അതുകൊണ്ട് മാത്രമാണോ നമ്മളെ കേരളത്തിൻ്റെ പ്രശ്നം? ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപേട്ട എന്നാണ് പറഞ്ഞ വെറുതെയല്ല. അവിടെ ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുണ്ട് സ്ഫോടക വസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ വിശദാംശം ഞാൻ ഇവിടെ കിടക്കുന്നില്ല. കേരളം കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിച്ചിട്ട് തൻ്റെ വാഴ പഴം തിരികെ വെച്ചിരിക്കണം. തനിക്കറിയാം എവിടെ എന്ത് എപ്പോൾ ആര് കൊണ്ടുവന്നു, എങ്ങനെ എവിടെ കത്തിക്കാൻ കൊണ്ടുവന്നു എന്നൊക്കെ. പക്ഷെ താൻ പറയൂല. എന്താ താൻ പറയാത്തത്? തനിക്ക് ലവ് ജിഹാദിനെ കുറിച്ചിട്ട് പറയാം, തനിക്ക് 400 പെൺകുട്ടികൾ പോയതിനെ കുറിച്ചിട്ട് പറയാം, തനിക്ക് ബാക്കി വർഗീയത മൊത്തം അവിടെ ഇരുന്നിട്ട് പറയാം. തനിക്ക് ഇത് പറയാൻ പറ്റൂല. തനിക്ക് ഏത് ഇതെവിടെ കത്തിക്കാനാ കൊണ്ടുവന്നേ, ആരാ കൊണ്ടുവന്നേ എന്നുള്ളത്. സംഗതി ശരിയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചു. അത് തനിക്ക് അറിയും അത് ആരാണ് എന്തിനാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ തനിക്ക് അത് ഛർദ്ദിച്ചൂടെ? എന്താ പറ്റാത്തേ? ബാക്കിയല്ലേ ഈ മൈക്കിന് വേണ്ടിയിരുന്ന് പറഞ്ഞല്ലോ. ഇത് പറയാം എന്തേ? ഇപ്പം എന്താ പറയുക, മറ്റേ സാധനമാണ്. ഇനി അറിയാം, ഞാൻ പറയൂല. ഏത് നാട്ടുകാരുടെ ഒരു പുഴുക്കുത്ത് പരിപാടി ഉണ്ടല്ലോ ഇവിടെ. അതാണ് ഇയാളെ മെയിൻ പണി. അടുത്ത പണ കേക്കട്ടെ. ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് രാവിലെ വയനാട്ടിൽ 14 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും 41 വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്യുന്നിപ്പോണ്ട്. വയനാട്ടിൽ വനത്തിനകത്ത് നിൽക്കുക. പെൺകുട്ടിയുടെ പ്രായം 14, കിളവൻ്റെ പ്രായം 41. എൻ്റെ പൊന്നു BC, തനിക്കപ്പം എത്ര വയസ്സ്? 18 തികയാത്ത പാൽക്കാരൻ പയ്യൻ PC. എടോ, ഇത് നടന്നത് വയനാട്ടിലൊന്നും അല്ല, ഇത് നടന്നത് കാസർഗോഡാണ്. ഓക്കെ, ഈ താൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത് ഏതോ രാജ്യത്ത്, അല്ലെങ്കിൽ ഈ രാജ്യത്ത്, ഏത് രാജ്യം? കേരളത്തിൽ കാസർഗോഡാണ് നടന്നത്. മനസ്സിലായ? ഇതിനെക്കുറിച്ച് ഒരു ബേസിക് അറിവില്ല. ഒരു രാഷ്ട്രീയക്കാരനാണ്. നാട്ടിൽ എന്താ നടക്കുന്നത്, എന്താണ് മേജർ കേസുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് തനിക്കൊരു അന്തവും ബോധവും വിവരവും എനിക്കില്ല. തനിക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഓരോ സാധനങ്ങൾ എടുത്തു കൊടുത്തിട്ട് മൈക്ക് കിട്ടുമ്പോഴത്തേക്കും 10 ഛർദ്ദിക്കണം. അതിൽ കുറേ ഇസ്ലാമോഫോബിയ പറയണം, കുറച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കണം, കുറച്ച് ക്രിസ്ത്യൻസിനെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കണം. ഇതാണ് എൻ്റെ ആവശ്യം. ഈ നാട്ടിൽ എന്താ നടക്കുന്നത് തനിക്ക് അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. തനിക്ക് അറിയില്ല ഈ നാട്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത്. കഷ്ടം. അടുത്ത് നോക്കാം. പോരെ 15 ദിവസമായിട്ട് ഈ രണ്ടുപേരെയും കാണാനില്ല. രാജ്യം മുഴുവൻ അന്വേഷിച്ച് ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ വനത്തിനകത്ത് തൂങ്ങി നിൽപ്പുണ്ട്. ആഹാ, ഏത് രാജ്യത്താണോ അന്വേഷിച്ചേ? ആഫ്രിക്കയിലോ? ആമസോൺ കാട്ടിലാവും തൂങ്ങി നിൽക്കുന്നത്. എടോ പൊട്ടാ, മിനിമം ബുദ്ധി വേണ്ടേ? മിനിമം ബുദ്ധി. ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അത് ഏത് നാട്ടിലാണ് നടന്നതെന്ന് തന്നെ അതെങ്കിലും ഒരു ഐഡിയ വേണ്ടേ? ബേസിക് ഐഡിയ. കാടാണല്ലോ, ഇപ്പം വയനാടായിരിക്കുമല്ലോ കാട്. ഈ ലോക പൊട്ടനേക്ക് ആരെങ്കിലും വോട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഗതികേടാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇതെവിടെ പോയി നിൽക്കും ഇത്? ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പിതാവ് കൊറവങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു. അപകടം നർക്കോട്ടിക്കും ലവ് ജിഹാദും ഒന്നുമല്ല. അപകടം എന്താണെന്നറിയോ? PC ജിഹാദ്. അതാണ് ഏറ്റവും വലിയ അപകടം. PC ജോർജ് ഭയങ്കര അപകടമാണ്. ഏറ്റവും വലിയ അപകടം താനാണ്. തന്നെക്കുറിച്ച് പറയാൻ വേണ്ട ആളില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഇനി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്തയ്ക്ക് വിളിക്കും. ഇനിയിപ്പോൾ എങ്ങാനും കാരണവശാൽ എൻ്റെ തന്തയ്ക്ക് വിളിക്കാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ നാവും വെറുതെ ഇരിക്കില്ല. തന്തയ്ക്ക് വിളിയും ഞാനും അത്ര മോശക്കാരനൊന്നുമല്ല. എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ. കേരളം മുഴുവൻ കത്തിക്കുകയല്ലായിരുന്നു. അരമനയിലേക്ക് ആയിരങ്ങളാണ് ഈരാറ്റുപെട്ടെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത്. നിങ്ങൾ പാലക്കാട് എനിക്കൊരു പരാതിയുണ്ട്. അവരാക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിയ ആളാണ്. ഒരൊറ്റ പാലക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല. പിന്നെ പാലക്കാരൻ പരിപാടി PC ജോർജിനെ സംരക്ഷിക്കലാണല്ലോ. പാലക്കാരെന്താ മറ്റേ ബോണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ തന്നെയായിട്ട്? വല്ല ഡീൽ എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം, ഞങ്ങൾ നിങ്ങളുടെ ബ്ലാക്ക് ആറ്റ് ആയിക്കൊള്ളാം. എടോ, പാലക്കാർക്ക് ബുദ്ധിയുണ്ട്. എന്തെങ്കിലും വിവരക്കേട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്
ആ വിവരക്കേടിന് കൂട്ടുപിടിക്കാനും കുട പിടിക്കാനും ഒരുത്തും പോകുമ്പോൾ അവനെ പ്രൊട്ടക്ട് ചെയ്യാനും സംരക്ഷിക്കാനാണല്ലോ പാലാക്കാർ പോണത്. എന്നിട്ട് പാലാക്കാരോട് പറഞ്ഞു എനിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഉളുപ്പുണ്ട്. 7 മിനിറ്റായ കൊച്ചൻ്റെ ഷർട്ടേ കയറി പിടിക്കും. അത് എനിക്കൊരു നാണക്കേടായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൊച്ചായതുകൊണ്ട് ഷർട്ട് കയറി പിടിക്കും. നാട്ടുകാരെങ്ങാനും സ്റ്റേജിൽ കയറിയിട്ടാണെങ്കിൽ തന്നെ കൊരവള്ളി കയറി പിടിച്ചിരുന്നു. ആ കൊച്ചു ഷർട്ടുമേ പിടിച്ചത് തൻ്റെ ഭാഗ്യം എന്ന് പറ. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല. വളരെ ഗതികെട്ട നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം. മീനച്ചിൽ താലൂക്കിൽ ഇയാൾ എടുത്തിങ്ങനെ ബുക്കും പേപ്പറും പിടിച്ച് നടന്നിട്ടുണ്ട് എത്ര പെൺകുട്ടികൾ പോയി എന്നറിയാൻ വേണ്ടിയിട്ട്. 400 പെൺകുട്ടികളൊക്കെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് ലവ് ജിഹാദിൻ്റെ ഭാഗമായിട്ട് പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻസേഷണൽ കേസല്ലേ. ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതും 4000 എങ്ങനെ 400 വന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഈ കോണ്ടന്റ് മുന്നോട്ട് പോകുമ്പോൾ തരാം. ഭാഗ്യം 400 പറഞ്ഞു, 4 ലക്ഷം എന്ന് പറയാൻ ഞാൻ ഭാഗ്യം കഴിച്ചിലായി. ചിലപ്പോൾ 4 ലക്ഷം എന്നൊക്കെ തള്ളിയായിരിക്കും ഈ ചങ്ങായി. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദ് നിങ്ങളുടെ മനസ്സ്. ശരി, എല്ലാവരും വീട്ടിൽ നിന്ന് തുടങ്ങണം. അതാണ് പറയുന്നത്. പാരൻസ് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. തന്നോടും അതേ പറയാനുള്ളൂ. മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? മകനും കൊണ്ടുവന്ന ഒരാളുണ്ടേ. മകൻ തന്നെ അത് പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അത്. ഞാൻ എൻ്റെ ഭാര്യയെ കൺവേർട്ട് ചെയ്തു. അപ്പനായ താനന്ന് പഴമൊഴിയും മിണ്ടാതിരുന്നതാണോ അതോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ആ പയ്യനെ ഇളക്കി വിട്ടതാണോ? ഇത് താൻ തന്നെ കണ്ണാടിൻ്റെ മുന്നിലിരുന്നിട്ട് 10 വട്ടം പറ, എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ മതിയായിരുന്നു, എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ മതിയായിരുന്നു. സ്വന്തം വീടാതെ നന്നാക്ക്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്. ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സുവരെ ആ പെങ്കുച്ചിനെ പിടിച്ചു വെച്ച് ആ അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ക്രിസ്ത്യാനികളൊക്കെ ഒരു കാര്യം ചെയ്യും. ഇനി 25 വയസ്സാവുന്നതിന് മുമ്പ് പെമ്മക്കളെയും കൊണ്ട് PC ജോർജിൻ്റെ വീടിൻ്റെ മുന്നിൽ പോ. എന്നിട്ട് പറ, PC കല്യാണം നടത്തി തരണം എൻ്റെ പെമ്മകൾക്ക്. മനസ്സിലായോ? പെൺകുട്ടിക്ക് കല്യാണം നടത്തി തരണം. എല്ലാ ചെലവും കൊടുത്തിട്ട് കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെ പെൺകുട്ടികളെയും ക്രിസ്ത്യാനി പെൺകുട്ടികളതും 25 വയസ്സിന് മുമ്പ് PC ജോർജ് കല്യാണം കഴിപ്പിച്ച് വിടും. എടോ, നാട് പുരോഗമനത്തിലേക്ക് പോകുമ്പോൾ ഫ്യൂച്ചറായിട്ട് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എഡ്യൂക്കേഷന് പ്രയോറിറ്റി കൊടുത്ത് ലൈഫ് സ്റ്റേബിളായി മെച്യൂരിറ്റി ലെവൽ അറ്റൈൻ ചെയ്ത് പല പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് മനുഷ്യനിപ്പോൾ കല്യാണം എന്നുള്ളൊരു ഫാക്ടർ ഓപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ പെൺകുട്ടികളെ ഉണ്ടാക്കിയിട്ടിട്ട് 24 വയസ്സിന് മുന്നേ കല്യാണം കഴിപ്പിച്ച് വിടണം, പെൺകുട്ടികൾ ഇങ്ങനെ ജീവിക്കണം, പെൺകുട്ടികൾ അങ്ങനെ ജീവിക്കണം. താൻ ഒരു കാര്യം ചെയ്യേ, താൻ നാട്ടിലുള്ള എല്ലാ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വിളിപ്പിച്ച് വന്ന് കല്യാണം നടത്തിക്ക് 25 വയസ്സിന് മുമ്പ്. താൻ ആ ചിലവ് ഫുള്ള് എടുക്കുക. എന്തായാലും കുറേ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അതാണ്ട് ചെയ്യുക. നാട്ടിൽ നടക്കുന്ന പ്രധാന പ്രശ്നം ഈ കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ് ഇവർ 24-25 വയസ്സിൻ്റെ മുമ്പ് എന്നല്ലേ താൻ പറയുന്നത്. താൻ ഇനീഷ്യേറ്റ് ചെയ്ത് എല്ലാവരെയും വിളിച്ചൊന്ന് കല്യാണം കഴിപ്പിക്കുന്നത് കാണട്ടെ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നൂല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്, മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ്. അത് ശരി, ദൗർബല്യമൊക്കെ ഉണ്ടല്ലേ? ഈ വയസ്സിൽ 24 പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. പെൺകുട്ടികൾക്ക് കാണുമ്പോൾ ആൺകുട്ടികളോട് 24 വയസ്സ് കാണുന്ന ഒരു പെൺകുട്ടിക്ക് ബാക്കി ഒരു ആണിനെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നത് ആ പ്രായത്തിൻ്റെ എന്ന് വിചാരിക്കാം. തനിക്ക് എന്തോന്നിനിടെ അപ്പാപ്പൻ്റെ പ്രായത്തിൽ 24 വയസ്സുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ എത്രത്തോളം സന്തോഷം തോന്നാനുള്ളത്? അതെന്ത് സന്തോഷം? താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ 24-25 വയസ്സിലൊരു പെൺകുട്ടി കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ തനിക്ക് തോന്നേണ്ടത് സങ്കടമാണ്. അതെന്തോടോ തൻ്റെ ദൗർബല്യം? 24 വയസ്സിൽ പെൺകുട്ടികളെ കാണുമ്പോൾ തനിക്കൊരു സന്തോഷം തോന്നുന്നുള്ള ആ ടോക്ക്. അപ്പാപ്പൻ ആള് കൊള്ളാമല്ലോ. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ. എന്താ കാര്യം? 18 തികയുമ്പോഴേ പിടിച്ച് കെട്ടിക്കുക. നമ്മളോ
ഒരു 28 29 ആയാലും വല്ല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയില്ല. എന്നാ അതിൻ്റെ ശമ്പളം ഇങ്ങ് പോരട്ട് ഊറ്റിയെടുക്കാമല്ലോ. അതാണ് പ്രശ്നം. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത്, ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. മറ്റു വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ വളരെയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഞാൻ സമയം 7 മിനിറ്റുള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. തീർച്ചയായിട്ടും അഭിനന്ദ പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ, അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി. ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല, അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കുമെന്നുണ്ട്, അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം. അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുകയല്ല. ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോലുള്ളവരെ ചവിട്ടി പുറത്താക്കണം. പിന്നെ കേന്ദ്രത്തിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാളെയും കൂടി പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടും. അപ്പോൾ താൻ പറയുന്ന വർഗീയതയുടെ ലെവൽ എന്താണെന്ന് എനിക്ക് വല്ലതും അറിയൂ? എനിക്ക് അറിഞ്ഞിട്ടും താൻ പറയാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇയാളെ വാക്ക് കേട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വ്യൂവേഴ്സിന് മെജോറിറ്റി ഒരു യങ് ക്രൗഡായിരിക്കും. അവരോടാണ് പറയാനുള്ളത്, ഇങ്ങനത്തെ രാഷ്ട്രീയ മാലിന്യങ്ങൾ സംസാരിക്കുന്നതിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. മനസ്സിലായ? ഇവനൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ ഈ ചെവി കൂടി കേൾക്കുക, ഈ ചെവി കൂടി വിടുക, ഒരു കോമഡി ഷോ പോലെ കണ്ടാൽ മതി. 18 വയസ്സ് 19 വയസ്സിൽ മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു. നമ്മുടെ പെൺകുട്ടികൾ ആ വയസ്സ് കഴിഞ്ഞിട്ടും കെട്ടുന്നില്ല, അവർ പിഴച്ചു പോകുന്നു. നാണോ മാനോ ഉണ്ടോ തനിക്ക്? ഇവൻ്റെ വർത്തമാനം കേൾക്കുന്ന ഈ പറഞ്ഞ എന്താ പറയുക, ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിലും പാരൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവൻ പച്ചയ്ക്ക് പറയുന്നത് എന്താ അറിയോ, നമ്മുടെയൊക്കെ പെൺകുട്ടികൾ പിഴച്ചു പോകുന്നു എന്നാണ്. മനസ്സിലായില്ല? ഇവൻ്റെ വായെന്ന് വരുന്ന വർത്തമാനം അതാണ്. മുസ്ലിം പെൺകുട്ടികൾ പിഴയ്ക്കുന്നില്ല, നമ്മുടെ പെൺകുട്ടികൾ പിഴച്ചു പോകുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? അവിടെ നിങ്ങളുടെ മേലേക്കാണ്, ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുസിൻ്റെയും മേലേക്കാണ് ഇവൻ കൊണ്ടുവന്ന് എന്തിടുന്നത്, ഈ വർഗീയ വേഷം ഇടുന്നത്, കുറ്റപ്പെടുത്തലിടുന്നത്. ഇത് ഡയറക്റ്റാ. പിന്നെ ഇവൻ പറഞ്ഞ പോലെ 24 വയസ്സിൻ്റെ ഉള്ളിൽ കല്യാണം കഴിപ്പിക്കണം. അതെ, 24 വയസ്സിൻ്റെ ഉള്ളിൽ കല്യാണം കഴിപ്പിക്കാനുള്ള എല്ലാ പൈസയും പി സി ജോർജ് എടുക്കും. 24 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളുടെ പൈസ കണ്ടിട്ടാണ് കുട്ടികളെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുമ്പോൾ, കല്യാണം കഴിപ്പിച്ചു അങ്ങനെ തന്നെ വെച്ചോ, പി സി ജോർജ് പൈസ കൊടുത്തിട്ട് കല്യാണം കഴിപ്പിക്കും 24 വയസ്സിന് മുമ്പുള്ള എല്ലാ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും. എന്നിട്ട് അതിന് ശേഷം ഈ 24 വയസ്സുള്ള പെൺകുട്ടീൻ്റെ അച്ഛനെയും അമ്മേനെയും കുടുംബത്തിനെയും പി സി ജോർജ് തന്നെ നോക്കണം. അല്ല, ഇത്രയൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതും കൂടിയും ചെയ്യണ്ടേ പി സി ജോർജ്? ഇങ്ങനെ ഒരു രാഷ്ട്രീയ വേസ്റ്റിനെ ഞാൻ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ലേ. ഓക്കെ, പി സി ജോർജിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ പി സി ജോർജ് വിഷയത്തിൽ യൂട്യൂബിൽ നോക്കുമ്പോൾ ഞാൻ ട്രെൻഡിങ് ലിസ്റ്റ് കിടക്കുന്നുണ്ട് രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ. പി സി ജോർജ് സാർ ആ 400-ൽ 4 ലവ് ജിഹാദ് ചെയ്ത ആണുങ്ങളുടെ പേര് പറഞ്ഞു പുറത്തു വിടണം. ഇതാണ് ആ ട്രെൻഡിങ് വീഡിയോ. ഇത് യൂട്യൂബിൽ ട്രെൻഡിങ് ആയി കിടക്കുന്ന വീഡിയോ ആണ്. ഞാനിത് കണ്ടപ്പോൾ സത്യത്തിൽ ലിറ്ററലി ഞെട്ടി. അതായത് ലവ് ജിഹാദിൻ്റെ ഒരു ക്യാമ്പയിൻ 2009, 2008, 2009, 2010, 2011 ഈ ഒരു ടൈമിലാണ്, കുറച്ച് വർഷങ്ങളിലാണ് ഈ സാധനം ഭയങ്കര ഭീകരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ടേം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു 2009, 2010 ആ ടൈമിലാണ്. അപ്പോൾ ആ സമയത്ത് ഇയാൾ തന്നെ എല്ലാ ന്യൂസ് ചാനലിലും ഇയാളുടെ ചാനലിലൊക്കെ ആയിട്ട് ഇട്ട് ഘോരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഇയാൾ ഭയങ്കര കുറുക്കനാണ്, വെരി ഷ്രൂഡ്, ഭയങ്കര ഷ്രൂഡാണ് ഈ ചങ്ങാതി. ഇയാൾ അന്നും പറയുന്നുണ്ട്, ഈ പറഞ്ഞ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടേമിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഓക്കെ, അതിനെനിക്ക് താല്പര്യമില്ല. പക്ഷെ ഈ കൺവേർട്ട് ചെയ്ത് കല്യാണം കഴിപ്പിക്കുന്ന പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്, അതിൽ കുറേ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് CNN IBLലും NDTVയിലും എല്ലാ നാഷണൽ ടെലിവിഷനിലും കയറിയിരുന്ന് ചർച്ച ചെയ്തൊരു മുതലാണ് ഈ രാഹുൽ ഈശ്വർ. ഇപ്പം രാഹുൽ ഈശ്വർ പറയുന്നത് ലവ് ജിഹാദ് ഇക്വേറ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ കൺവേർഷൻ വെച്ചിട്ടല്ല, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെയും മനസ്സിനകത്തൊരു തരം പേടി കിടക്കുന്നുണ്ട്. ഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് ആശാൻ ഇപ്പോൾ പുതിയ തിയറി ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് പഴയ വീഞ്ഞ് ലവ് ജിഹാദ് പറഞ്ഞാലും ലവ് ജിഹാദിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ അപ്ഡേറ്റഡ് ആവാത്ത, അല്ലെങ്കിൽ ഒട്ടും എന്താ പറയുക, വാട്സാപ്പ് യൂണിവേഴ്സിൻ്റെ ബുദ്ധി മാത്രം പുറത്ത് കാണിക്കുന്ന പി സി ജോർജിനെ പോലുള്ളവർ 400, 4000 എന്നുള്ള കണക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടും, ഇവിടുത്തെ അന്വേഷണ ഏജൻസികളിൽ എവിടെയും ആരും അന്വേഷിച്ചിട്ടും ലവ് ജിഹാദിൻ്റെ ഒരു തുരുമ്പ് പോലും കിട്ടാത്തത് കൊണ്ടും രാഹുൽ ഈശ്വർ പുതിയൊരു ഐറ്റമായിട്ട് വന്നിരിക്കുക. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെയും എണ്ണം കുറയുന്നു, കാരണം ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ്. ഓക്കെ, മുസ്ലിങ്ങളുടെ എണ്ണം കൂടുകയാണ്. അവരൊരു വീട്ടിൽ 4, 5, 6 കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും 1, 2 ഉണ്ടാവുന്നുള്ളൂ.
ഇങ്ങനൊരു വേറെ പുതിയൊരു സാധനം പുതിയൊരു കുപ്പിയിൽ, ഓക്കെ, പഴയ എല്ലാ ഐഡിയാസും കൂടി ചേർത്തിട്ട് പുതിയൊരു ഫോർമുല പുതിയൊരു കുപ്പിയിലാക്കിയിട്ട് ഇട്ട് കൊണ്ടുവന്ന് അടച്ചിട്ട് അത് കൊണ്ടുവന്ന് ഡെലിവർ ചെയ്യുന്നൊരു പരിപാടിയാണ് ആര് കാണിക്കുന്നത്? രാഹുൽ ഈശ്വർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരൊന്നുമല്ല കേരളത്തിലുള്ള മലയാളികൾ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പിന്നെ ഈ ലവ് ജിഹാദ് എന്നുള്ള ടേം ആദ്യം വന്നത് ഹിന്ദു ജനജാഗൃതി സമിതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ പോർട്ടലിൽ എങ്ങാണ്ടാണ് ഈ സാധനം ആദ്യം പേരായിട്ട് തന്നെ ലവ് ജിഹാദ് എന്നുള്ള പോലെ തന്നെ വന്നത്. അത് ലവ് റോമിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടായിരുന്നത്. പിന്നെ അത് ലവ് ജിഹാദിലേക്ക് ഇങ്ങനെ ഓൺലൈനിൽ അടിച്ചു വന്നപ്പോൾ മാറ്റി വിട്ടതാണ്. ആൻഡ് ഏകദേശം എനിക്ക് തോന്നുന്നത് 2010 എൻക്വയറി നടന്നിട്ടുണ്ട്, 2009 എൻക്വയറി നടന്നിട്ടുണ്ട്. ഈ എൻക്വയറി ഒക്കെ നടന്ന സമയത്തും പലരും ഇതിനൊരു പ്രൂഫ് കൊടുത്തിട്ടില്ലേ. ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. അന്നത്തെ ജേക്കബ് പുന്നൂസിൻ്റെ അന്വേഷണത്തിൻ്റെ ഇതിലാണ് നടന്നത്. ജേക്കബ് പുന്നൂസ് കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിലൊരു 18-ാമത്തതിലെങ്ങാണ്ടൊരു റിപ്പോർട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്ന് തൂക്കിപ്പിടിച്ച് കാണിച്ചിരുന്നു. ഇപ്പോൾ പഴയ വീഡിയോസിലൊക്കെ പോയി നോക്കുമ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ആ വീഡിയോസൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന സമയത്ത് 2009 ഒക്ടോബറിൽ വന്നിട്ടുണ്ടായിരുന്ന ന്യൂസുകളിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇൻ എ സ്റ്റേറ്റ്മെന്റ് ഫൈൽഡ് ബിഫോർ ദ കോർട്ട്, ജേക്കബ് പുന്നൂസ് സെഡ് നോ ഓർഗനൈസേഷൻ ഓർ മൂവ്മെന്റ് കോൾഡ് ലവ് ജിഹാദ് ഓർ റോമിയോ ജിഹാദ് ഹാഡ് ബീൻ ഐഡന്റിഫൈഡ് ആസ് വർക്കിംഗ് ഇൻ ദി സ്റ്റേറ്റ് ആൻഡ് ദർ വാസ് നോ എവിഡൻസ് ഓഫ് സച്ച് ഓർഗനൈസേഷൻസ് ഇൻ ദാറ്റ് നോട്ട് been established that any particular organization was actively engaged in such religious conversion എന്നുള്ള രീതിയിൽ അയാൾ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതും പറയുന്നുണ്ട്. കർണാടകയിൽ മാത്രം ഏതൊരു കേസിൻ്റെ പിന്നാലെ കുറേ കർണാടക പോലീസ് പോയി. അല്ലാത്ത പക്ഷം ഇതാണ് ഏകദേശം കേരളത്തിലെ അവസ്ഥ. ഇത് തന്നെയാണ് നാഷണൽ ഇതിലും വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അന്വേഷണ ഏജൻസികൾക്കൊന്നും ലവ് ജിഹാദിൻ്റെ മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുവന്ന് വെച്ച് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോകളിലൂടെയും രാഹുൽ ഈശ്വർ ഇന്നലെ ഡിബേറ്റിൽ 24 ന്യൂസിൽ വന്നപ്പോൾ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. PC ജോർജ് സാർ വീണ്ടും ലവ് ജിഹാദ് കോൺട്രവേഴ്സി വീണ്ടും ബ്രേക്കപ്പ് ചെയ്യുകയും കേരളത്തിലെ ക്രിസ്ത്യാനികളോട് നേരത്തെ തന്നെ മക്കളെ കല്യാണം കഴിച്ച് വിടുവാൻ പറയുകയും ചെയ്തു. അത് നല്ലതൊക്കെ തന്നെയാണ്, സത്യം. ഏർലി മാരേജ് നല്ലതാണ്. പക്ഷേ PC ജോർജ് സാർ പറഞ്ഞൊരു കാര്യത്തിലെ പ്രശ്നം 400 കുട്ടികൾ, മീനച്ചൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികൾ ലവ് ജിഹാദിനിരയായി, 41 പേര് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. PC ജോർജ് സാറിനോടുള്ള അഭ്യർത്ഥന, സാർ നമുക്ക് ഈ 400 പെൺകുട്ടികളെ ചതിച്ചവന്മാരുടെ പേര് സാർ പുറത്തുവിടണം. 400 വേണ്ട, 4 പേരെ ചതിച്ചവരുടെ പേര് പുറത്തുവിടണം. സാറിനോട് ഇഷ്ടം കൊണ്ട് പറയുകയാണ്. സാർ ഈ പറയുന്ന സത്യമാണ്, സീരിയസ് ആണ്. നമ്മളെല്ലാം ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പെൺകുട്ടികളുടെ പേര് പറയേണ്ട, അവരുടെ ഫാമിലിയുടെ പേര് പറയേണ്ട, അവർക്ക് അപമാനവും പെൺകുട്ടികളെ ഒക്കെ റിസ്കിലാക്കുന്നതാണല്ലോ. ഈ പുരുഷന്മാരുടെ പേര് പറയാമല്ലോ, പ്രശ്നമില്ലല്ലോ. ആ പുരുഷന്മാരെങ്ങനെ ചതിക്കുകയോ വഞ്ചിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ ആ 400 പേര് വേണ്ട, 4 പുരുഷന്മാരുടെയെങ്കിലും പേര് നമ്മൾ വെറുതെ വിടണം. ഓക്കെ, ഇതാണ് രാഹുൽ ഈശ്വർ നമ്മുടെ PC ജോർജ് പറഞ്ഞ കാര്യത്തിൽ ഒരു റിപ്ലൈ ഇട്ടിട്ട് 400-ലൊരു 4 എണ്ണമെങ്കിലും ലവ് ജിഹാദ് എന്നുള്ള രീതിയിൽ കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 4 കൺവേർട്ട് ചെയ്ത ആണുങ്ങളെ പേര് പുറത്തു വിടാലോ, അത് പുറത്തു വിടാനാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്, അതാണ് ട്രെൻഡിങ് പോയിട്ടുള്ളത്. എന്നാൽ ഞാൻ ഈ പറയുന്ന രാഹുൽ ഈശ്വറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. 2009 നിങ്ങൾ CNN IBN കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ഡിബേറ്റിനകത്ത് ഒരു 4000-ന്റെ കണക്ക് പറയുന്നുണ്ട്. PC ജോർജ് 400-ന്റെ കണക്കാണ് പറയുന്നത്, നിങ്ങൾ 4000-ന്റെ കണക്കാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, ജേക്കബ് പുന്നൂസ് എങ്ങാണ്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനകത്ത് 4000 കൺവേർഷൻ, മനഃപൂർവ്വമായിട്ടുള്ള മതപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഒരു 4000 എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ഇപ്പോഴും നിങ്ങൾ അന്ന് പഠിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഉണ്ടായിരുന്നതിൽ ഒരു 4 പേരുടെ പേര് നിങ്ങളൊന്ന് പറ, ഒന്ന് കേൾക്കട്ടെ. Joining us tonight, Rahul Ishwar. People in Kerala very familiar with that face. He's an activist and an author. He joins us from Trivandrum as also Rahul Ishwar. That question straight to you. What is the proof on the basis of which this allegation is being made? Smitaji, if I take 10 seconds to tell, I am coming from a personal background of Shabarimala, where for the past 1000 years we are having a mosque inside a temple. Day before yesterday, I was in Erimeli Mosque to offer my prayers. We respect Muslims, we have respected and accepted them for 1000 years. And right now, what is the proof? That's a very valid question. The proof is this: the High Court order, which clearly says for almost 4000 girls were
converted either by coercion or either by compelling, and even the judge has said there are funds from Saudi Arabia under the heading, under the title of scholarship, which is being given for these people. Okay. So it is not a farce. And remember, let me quote report number 18, intelligence report number 18, submitted by the Christian DGP of Kerala. I am only saying religious name because otherwise many people will say it's a Hindutva agenda. The Christian DGP of Kerala giving a categorical intelligence report to the Kerala High Court, right, that there are almost 1,600 in conversion case in one district alone. So these are hard facts which no one can deny. Rahul, Yes, Smitaji, with all humility, let me point out that was the first report submitted by DGP when there was elections in Kerala. 10 days later, he submitted another report which was in a seal cover, which Justice K.T. Shankaran quoted extensively in the last verdict, where DGP says, intelligence report number 18, that we have strong suspicion that there are many alleged forceful conversions here. So it should be deeply inquired into. And the report you have mentioned is an earlier one, which DGP has changed in the court later. DGP ആയിട്ടുണ്ടായിരുന്ന ജേക്കബ് പുന്നൂസ് എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ DGP കൊടുത്ത റിപ്പോർട്ട്, ആദ്യം കൊടുത്ത റിപ്പോർട്ടിനകത്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ റിപ്പോർട്ടിനകത്ത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നമ്പർ 18 എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് 4000 എന്നുള്ളൊരു കൗണ്ടിലാണ് ആര് പറയുന്നത്, രാഹുൽ ഈശ്വർ സംസാരിക്കുക. അതിൽ തന്നെ ഒരു ഡിസ്ട്രിക്റ്റിൽ 1600 ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടന്നിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നാണ് ഫണ്ട് വരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിസിനെയും ഒക്കെ പെൺകുട്ടികളെ സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിം യൂത്ത് ഇറങ്ങി തിരിച്ചിട്ടുള്ള ലവ് ജിഹാദ് നടത്തുന്നതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺവേർഷൻ. ലവ് ജിഹാദ് എന്നുള്ള വാക്ക് ഇയാൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് രാഹുൽ ഈശ്വർ പലവട്ടം അന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം കംപ്ലീറ്റ്ലി അത് മാറി. രാഹുൽ ഈശ്വറിന് ഇപ്പം എന്താ പറയുക, ലവ് ജിഹാദിനെ കുറിച്ചിട്ട് പറയാനില്ല. ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ചല്ല പറയുന്നത്. ഇയാളുടെ ഒരു കണ്ണിങ് മൈൻഡ് അവിടെയാണ് കിടക്കുന്നത്. ഇയാൾ അന്നും പറയുന്നുണ്ട് ലവ് ജിഹാദ്, ജിഹാദ് എന്ന് പറഞ്ഞ വാക്ക് പുണ്യമാണ്, അതുകൊണ്ട് ഞാൻ ലവിനെ ജിഹാദൊപ്പം ഞാൻ വെക്കില്ല, ഇതിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഈശ്വർ അന്ന് എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് സംസാരിക്കുമ്പോഴും ഇയാൾ ഒളിച്ച് കിടത്തുന്ന ഒരു തരം വർഗീയത ഇയാളുടെ മൈൻഡിലും ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4000 കുട്ടികളെ കൺവേർട്ട് ചെയ്തു എന്നുള്ളൊരു കണക്ക് അന്നത്തെ DGP കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. ഇന്ന സീൽഡ് കവർ എന്നാണ് ഇയാൾ പറഞ്ഞത്. സീൽഡ് കവറിൽ സബ്മിറ്റ് ചെയ്ത സാധനത്തിനകത്ത് 4000 ആണ് എന്നുള്ളത് എങ്ങനെ രാഹുൽ ഈശ്വർ അറിയും? കോടതിയിൽ സമർപ്പിച്ച ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിനകത്ത് 4000 ആണെന്നുള്ളതിനെ കണക്ക് എങ്ങനെ രാഹുൽ ഈശ്വറിന് മനസ്സിലായി? ഇനി അത് രാഹുൽ ഈശ്വറിന് അറിയാം, രാഹുൽ ഈശ്വറിൻ്റെ കയ്യിൽ അന്നും ഇന്നും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അന്നുണ്ടെങ്കിൽ ഇന്നും ഉണ്ടാവുമല്ലോ. പിന്നെ അന്നത്തെ കാര്യങ്ങളടക്കം ഓർത്ത് വെച്ച് പറയുന്ന ഒരാളാണ്. മഹാത്മാഗാന്ധിൻ്റെ മകൻ്റെ കൺവേർഷൻ അടക്കം പറയുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. തിരിച്ചിങ്ങോട്ട് തന്നെ വന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല, രാഹുൽ ഈശ്വർ പറയുന്നില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങോട്ട് മുസ്ലിമായിരുന്നു തിരിച്ചിങ്ങോട്ട് പോകുന്നു എന്നൊക്കെയുള്ളത് കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം എടുത്ത് പറഞ്ഞിങ്ങോട്ട് ഇപ്പോഴും പറയുന്നുണ്ട്, അന്നും പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വർ. അതുകൊണ്ട് തന്നെ 2009 DGP കൊടുത്ത ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് രാഹുൽ ഈശ്വറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അന്ന് കൺവേർട്ടഡായി 4000 4 പറഞ്ഞാൽ മതി. എന്നാൽ ഇപ്പോഴും പോലീസിന് അന്വേഷിക്കാമല്ലോ, ഇൻ്റലിജൻസിന് അന്വേഷിക്കാമല്ലോ ആ കേസുകൾ. കാരണം അന്ന് അവർ കുറച്ച് മൈനറല്ല, പ്രായം കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു 10, 22, 19, 20 വയസ്സാണെങ്കിൽ ഇന്ന് ഏകദേശം 10-15 കൊല്ലം കഴിഞ്ഞു, 40 വയസ്സാവാനായി. അവർക്ക് ഇന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരിക്കുമല്ലോ പലരും എന്നെ കൺവേർട്ട് ചെയ്തതാണ് എന്നുള്ള ധൈര്യമായി പറയാൻ പറ്റുന്ന അഡൽട്ട്സ് ആയിട്ടുണ്ടാവും, എൽഡർ അഡൽട്ട്സ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് രാഹുൽ ഈശ്വർ PC ജോർജിനോട് 400-ൽ 4 ചോദിക്കുമ്പോൾ ഞാൻ രാഹുൽ ഈശ്വറിനോട് 4000-ൽ 4 ചോദിക്കുകയാണ്. ഒരു 4 രാഹുൽ ഈശ്വറിന് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഐ ബി വെരി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, ഇനി ഇവിടെ പറയാനുള്ളത് രാഹുൽ ഈശ്വറിൻ്റെ ഇന്നലത്തെ നമ്മുടെ ഹാഷ്മി ആങ്കർ ചെയ്ത ചർച്ചയിലെ കുറച്ച് പോർഷൻസ്, ഇതിൽ രാഹുൽ ഈശ്വർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു 2 മിനിറ്റും കൂടി നിങ്ങൾ എനിക്ക് പ്രേക്ഷകർ തരണം. 2 മിനിറ്റ്. ശ്രീ ഹാഷ്മി, 1 മിനിറ്റ് അങ്ങ് എനിക്ക് തരണം. ഇത് പറയുന്നത് സാമൂഹ്യ നിരീക്ഷകനായ രാഹുൽ മാധ്യമപ്രവർത്തകനായ ഹാഷ്മിയോടല്ല, ഒരു ഹിന്ദു ബ്രാഹ്മണ ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വർ മുസ്ലിമായ ഹാഷ്മി താജ് ഇബ്രാഹിമിനോടാണ്. ആദ്യത്തെ പോയിന്റ്. ഓഹോ, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടോ? ഹിന്ദു ബ്രാഹ്മൺ ആക്ടിവിസ്റ്റ് കൊള്ളാലോ. ഒരു മനുഷ്യനോട് സംസാരിക്കണു എന്നല്ല കേട്ടോ പറയുന്നത്. ചർച്ചയുടെ തുടക്കം തന്നെ പറയുന്നത് ഒരു ബ്രാഹ്മണൻ ഒരു മുസ്ലിമിനോട് സംസാരിക്കണു, ഒരു ഹിന്ദു ഒരു മുസ്ലിമിനോട് സംസാരിക്കണു എന്നുള്ള രീതിക്ക്. അത് ഹിന്ദു എന്നെങ്കിലും പറഞ്ഞാൽ മതി. എന്താ ബ്രാഹ്മണൻ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ല, ബോട്ടെ വീട്.
യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്നൊരു തെറ്റിദ്ധാരണ എനിക്കും എൻ്റെ സമുദായത്തിലെ ഒരുപാട് ആൾക്കാർക്കും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കോർ. ഈ ഈ ഈ ഈ തെറ്റായ ധാരണ ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ലവ് ജിഹാദ് എന്നും ലാൻഡ് ജിഹാദ് എന്നും തുപ്പൽ ജിഹാദ് എന്നും തുമ്മൽ ജിഹാദ് എന്നും ഒക്കെ കള്ളം പറയുന്നത്. ഇത് കള്ളമാണെന്ന് പറയുന്നത് ഞങ്ങൾക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, ചോദിക്കുന്നവർക്കും അറിയാം. പക്ഷേ വേണമെങ്കിൽ ഞാൻ 5500 ചർച്ചകളിലധികം പങ്കെടുത്തിട്ടുണ്ട്. എനിക്കും ലവ് ജിഹാദ് എന്ന വാദത്തെ ന്യായീകരിക്കാൻ 1-2 വാദങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ സത്യം. ഇതിൻ്റെ സത്യം എന്ന് പറയുന്ന അടുത്ത 30 സെക്കൻഡ് ഞാൻ പറയാം. ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.6 ആണ്. ഹിന്ദുക്കളുടെ ഞങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.1 to 1.3 ആണ്. മുസ്ലിങ്ങളുടെ അത് 2.7 ആണ്. അത് നോർമലും ഓക്കെയുമാണ്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ജനിക്കണം. ഞങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ്, സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അവിടെയാണ് ഇതിനെ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്കാൻ പറ്റില്ല. പകരം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് ഇങ്ങനെയല്ല ഇത് ഡീൽ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ നോർമലാണ്. ഏത് നോർമലാണ്? പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി പറഞ്ഞ 2 to 3 കിഡ്സ്, 2 മുതൽ 3 കുട്ടികൾ വരെ ഒരു കുടുംബത്തിൽ വേണമെന്ന് പറയുന്നത് പാലിക്കുന്നത് മുസ്ലിങ്ങളാണ്. അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് 2.7 ആണ്. ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകളുണ്ട്. എന്നാൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ 1.1 to 1.3 ആണ്. പലപ്പോഴും ഹിന്ദു സംഘടനകൾ ഇത് തുറന്നു പറയാൻ മടി കാണിക്കും. കാര്യം ലൈംഗികത, കുട്ടികൾ, സെക്സ്, ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇത് തുറന്നു പറഞ്ഞാൽ ട്രോൾ ചെയ്യപ്പെടുമോ, കളിയാക്കപ്പെടുമോ തുടങ്ങിയ ധാരണകൾ ഉണ്ടാകും. ബേസിക്കലി രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത് മുസ്ലിങ്ങളുടെ എണ്ണം നാട്ടിൽ കൂടുന്നുണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും അതിൽ ഭയങ്കരമായിട്ട് ചിന്തിതരാകുന്നുണ്ട്. ഇവരെ എണ്ണം കൂടുന്നത് കൊണ്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എണ്ണം കൂട്ടാൻ പറ്റുന്നില്ല. ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ് ഹിന്ദുക്കളതും മുസ്ലിങ്ങളതും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ബാക്കിയുള്ളവർക്ക് പേടി തോന്നിയിട്ടാണ് ഈ ജിഹാദിൻ്റെ പേരും കൊണ്ടുവരുന്നത്. നിങ്ങൾ ഈ മൊത്തത്തിൽ നിങ്ങൾ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങളൊരു ബ്രാഹ്മണനാണ്. ഓക്കെ, നിങ്ങൾ ആ ബ്രാഹ്മണ സമൂഹത്തിന് മൊത്തം നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ? ഹിന്ദുക്കളെ മൊത്തം നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ തോട്ട് പറ മനുഷ്യ. നിങ്ങൾ പല ചർച്ചകളിലും വന്നിരുന്ന് പറയുന്നത് എന്താ? നമ്മൾ നിങ്ങൾ നിങ്ങളെ തോട്ട് പറ. അപ്പം നിങ്ങൾ കൊണ്ടുവന്നു കുറേ ഈ പറഞ്ഞ മെറ്റീരിയൽ എവിഡൻസ് ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ കാണും, സ്റ്റഡീസ് ഉണ്ടാവും, ഫെർട്ടിലിറ്റി റേറ്റ് കുറവായിരിക്കും. നല്ലതല്ലേ? ഒരു രാജ്യത്ത് ഓക്കെ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഓർ ഏത് റിലീജിയൻ നിങ്ങൾ വിട്ടോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു കുട്ടി, 2 കുട്ടി അതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. പോപ്പുലേഷൻ റേറ്റ് കൂടുകയാണ്. ഇവിടെ അതിനനുസരിച്ചുള്ള സ്ഥലമുണ്ടോ? ഇവിടെ അതിനനുസരിച്ചുള്ള റിസോഴ്സ് ഉണ്ടോ? എല്ലാ വീട്ടിലും 10ഉം 15ഉം കുട്ടികളായി കഴിഞ്ഞുള്ള അവസ്ഥ എന്താ ഈ നാട്ടിൽ? അപ്പം ആ രീതിയിൽ ആളുകൾ ഇപ്പോഴത്തുള്ള ജനറേഷനിൽ, യങ് ജനറേഷനിൽ കപ്പിൾസ് ഈ സംഗതി ആലോചിച്ച് അവരത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഫാമിലി പ്ലാനിങ് നടക്കുന്നത് കൊണ്ടല്ലേ ഈ പറഞ്ഞ കുട്ടികളുടെ എണ്ണം കുറയുന്നത്. ഓക്കെ, ഇനി ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ കൂട്ടി വെച്ച് ഇനി എല്ലാ വീട്ടിലും ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും അടക്കം എല്ലാവരും ഒരു നാട്ടിൽ 10 പ്രസവിച്ച് ഇങ്ങനെ പോകണോ? ആര് നോക്കും? ആര് സ്ഥലം കൊടുക്കും? ആര് ജോലി കൊടുക്കും? ആര് പഠിപ്പിക്കും? എന്ത് ചെയ്യും ഈ നാട്ടിൽ? നിങ്ങൾ പറയുന്നു എത്ര പേർക്ക് ഇത് എത്ര പേർക്ക് അറിയാം? ഇതിപ്പോൾ താൻ പറഞ്ഞു, ഇത് പബ്ലിക്കായിട്ട് നിങ്ങൾ വന്നിരുന്ന് ഓപ്പണായിട്ട് പറയുമ്പോൾ ഇത് നിങ്ങൾ ഒളിച്ച് കിടത്തുന്നത് ഇതെന്താ അറിയാം? ഇതിനകത്ത് നിങ്ങൾ തന്നെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അറിയിക്കണം. എനിക്ക് തോന്നുന്നില്ല നോർമലായിട്ടുള്ള ഒരു ഹിന്ദു കുടുംബത്തിലും ഒരു മുസ്ലിം കുടുംബത്തിലും ഒരാളും ഇത് ചിന്തിച്ച് കാണുന്നുള്ളത്. ഇനി ഹാർഡ് ലൈനായിട്ട് ഇവിടെ ഇരുന്നിട്ട് എക്സ്ട്രീമിസം പറയുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ ആസ്പെക്റ്റ് ഒരിക്കലും ചിന്തിച്ച് കാണില്ല. ഞങ്ങളെ ഫെർട്ടിലിറ്റി റേറ്റ് കുറവായതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത്, അവർക്ക് കൂടുതലാണല്ലോ, നമുക്ക് കുറഞ്ഞു, എന്താ പ്രശ്നം? എന്തുവാണ് ഇത്? കാശ്മീരിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം സഹോദരങ്ങൾ 27%, ഞങ്ങൾ ഹിന്ദുക്കളതിൻ്റെ ഇരട്ടി 54% കേരളത്തിൽ. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഹിന്ദു കുട്ടികളെക്കാൾ കൂടുതൽ മുസ്ലിം കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. ആ മുസ്ലിം കുട്ടികൾ ഉണ്ടായത് കറക്റ്റാണ്, അവരുടെ ജനസംഖ്യ വളരെ ശരിയുമാണ്. മലപ്പുറത്തിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞങ്ങളുടെ അയ്യപ്പൻ ഇരിക്കുന്ന പത്തനംതിട്ട ഓരോ വർഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുമ്പനാട് പ്രേത നഗരമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂറിൽ കുട്ടികൾ കുറയുകയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ കുറയുകയാണ്. കേരളത്തിലെ 7 ജില്ലകളിൽ കുട്ടികൾ ജനിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ മലപ്പുറത്ത് ജനിക്കുന്നുണ്ട്. അത് മലപ്പുറത്തിന്റെ കുറ്റമല്ല, മലപ്പുറം നോർമലാണ്, ഞങ്ങളാണ് അബ്നോർമൽ. അബ്നോർമൽ? നിങ്ങൾ ഈ ഞങ്ങളാണ് അബ്നോർമൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മലപ്പുറത്തിന് എന്താ പ്രശ്നം? മലപ്പുറത്തുള്ള ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അവർക്ക് അറിയാം അവർ കുട്ടികളുണ്ടാക്കാനും അവർക്ക് എത്ര കുട്ടികളെ നോക്കണം എന്നുള്ളതും.
കറക്റ്റ് പ്ലാനിങ് ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് മലപ്പുറത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നാട്ടിൽ പ്രേതാലയം ആവുന്നുണ്ട്, ഈ പറഞ്ഞ പത്തനംതിട്ടയോ ശബരിമലയോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കുട്ടികൾ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ എടേ എന്തുവാടേ ഇത്? ഒരു മനുഷ്യൻ്റെ താല്പര്യമില്ലേ? ഒരു കപ്പിളിൻ്റെ താല്പര്യമാണ് അവർക്ക് എത്ര കുട്ടികൾ വേണം വേണ്ട എന്നുള്ളത് അല്ലേ? നിങ്ങൾ ഈ വന്നിട്ട് ഈ റേറ്റും കാര്യങ്ങളും ഇത്രത്തോളമാണ് നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ്, ഇത്രത്തോളം അളവിലാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഉള്ളതെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ ഈ ആളുകളുടെ മൈൻഡിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താ അറിയോ? ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡാണ്, ഒരു വർഗീയതയുടെ എലമെൻ്റ് തന്നെയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ PC ജോർജിനേക്കാൾ പേടിക്കേണ്ട ഒരു വസ്തുവായിട്ട് മാറി കഴിയുന്നുണ്ട് ഈ വർത്തമാനത്തിലൂടെ മിസ്റ്റർ രാഹുൽ ഈശ്വർ. ഡോണ്ട് ഡൂ ദിസ്. ഞങ്ങൾ ഹിന്ദുക്കളുടെ ഫാമിലി പോളിസി തെറ്റിപ്പോയി, ക്രിസ്ത്യാനികളുടെ ഫാമിലി പോളിസി തെറ്റിപ്പോയി. കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഞങ്ങളുടെ ജനസംഖ്യാ നയം തെറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം. അതായത് 2 കുട്ടികളാണ് ഓരോ വീട്ടിലും വേണ്ടത്. ഹിന്ദുക്കൾക്ക് അത് 1.3 ആണ്, സവർണ ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടെ കുറവാണ്, 1.1 ആണ്. സവർണ ഹിന്ദുക്കളുടെ സാമ്പിൾ സർവേ ഉള്ളൂ. ബാക്കിയുള്ള ഫെർട്ടിലിറ്റി റേറ്റ് ഗവൺമെന്റ് എല്ലാം കണക്കെടുക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് കേരളത്തിൽ ആലോചിച്ചു, ആരുടെയും കുറ്റമല്ല, ഞങ്ങളുടെ കുറ്റം. ഞങ്ങൾക്കൊരു തെറ്റായ പോപ്പുലേഷൻ പോളിസി ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. പക്ഷെ ഈ വിഷയം നേരിട്ട് അഡ്രസ് ചെയ്യാതെ വളഞ്ഞ വഴിയിലൂടെ അഡ്രസ് ചെയ്യുന്നുണ്ട് ഒരു അർത്ഥവുമില്ല. തെറ്റായ പോപ്പുലേഷൻ പോളിസിയോ? ഒരു പോപ്പുലേഷൻ പോളിസി അല്ലെങ്കിൽ പോപ്പുലേഷൻ അവയർനെസ് എന്ന് പറയുമ്പോൾ 1-2 കുട്ടികൾ, 10 കുട്ടികൾ വേണം, 15 കുട്ടികൾ വേണം, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ 4-5 കുട്ടികൾ വേണമെന്നുള്ളൊരു പോപ്പുലേഷൻ പോളിസി ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാട് ഒരു 10 വർഷം കൊണ്ട് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യനും അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ കപ്പിൾസിനും 5-5 കുട്ടികൾ 3 കുട്ടികൾ വെച്ചിട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 3 കുട്ടികൾ. ഇത് ഇവിടെ പോയി നിൽക്കൂടെ നാട്? ഇന്നലെ PC ജോർജ് സാർ പറഞ്ഞു തന്ന കാര്യം എന്താ? ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കല്യാണ പ്രായം താമസിക്കുന്നു, അതൊരു സീരിയസ് പ്രശ്നമാണ്. ഹിന്ദു പെൺകുട്ടികളുടെ കല്യാണ പ്രായം താമസിക്കുന്നു, അതൊരു സീരിയസ് പ്രശ്നമാണ്. നമ്മൾ ഹിന്ദു ജനവിഭാഗങ്ങൾക്കും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കും ഈ 2 കുട്ടികൾ എന്ന ഫെർട്ടിലിറ്റി റേറ്റ് എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നതിന് പകരം ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. ഇപ്പം നമ്മുടെ മീനച്ചലിയിൽ നിന്ന് 400 പേര് പോയില്ല എന്ന് PC ജോർജ് സാറിനും അറിയാം, കേൾക്കുന്ന ഹാഷ്മിക്കും അറിയാം, എനിക്കും അറിയാം, ബാബുച്ചേട്ടനും അറിയാം, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാം. അതിനെ ന്യായീകരിക്കാൻ പറ്റില്ലെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ അങ്ങനെയാണെങ്കിൽ 4 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ PC ജോർജ് സാറിന് പറയാൻ പറ്റൂല. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ജനസംഖ്യയ്ക്ക് ഒരു തളർച്ചയും തകർച്ചയും ഉണ്ട്. ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിഹ്വലതകളിലൊന്ന്, പേടികളിലൊന്ന്, 50 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ 21%, അന്ന് മുസ്ലിങ്ങൾ 17%. ഇന്ന് ക്രിസ്ത്യാനികൾ 17%, മുസ്ലിങ്ങൾ 27%. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഓർക്കേണ്ടത് മുസ്ലിങ്ങൾ കൂടിയതല്ല, ക്രിസ്ത്യാനികൾ കുറഞ്ഞതാണ്. മുസ്ലിങ്ങൾ കൂടുന്നതല്ല, ഹിന്ദുക്കൾ കുറയുന്നതാണ്. അവിടെയാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന വിഷയത്തെ അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിങ്ങളുടെ അളവിൽ തന്നെ ഇനി എന്ത് ചെയ്യണം? കുട്ടികളുണ്ടാക്കണം, അത്രത്തോളം കൗണ്ടിൽ എത്തിക്കണം. ഇവിടെ ആരെങ്കിലും ഇത് ചിന്തിക്കുന്നുണ്ടോ? ഇനി അറിയാൻ പാടില്ല ആരെങ്കിലും ചിന്തിക്കുന്ന കാര്യം. ഒരു ഹിന്ദു, ഒരു മുസ്ലിമോ, ഒരു ക്രിസ്ത്യനോ നമുക്കേ കുട്ടീനെ ഉണ്ടാക്കിയിട്ട് മെല്ലെ എന്ത് ചെയ്യുക, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെണ്ണം കൂട്ടാം. നമുക്കേ കുട്ടികളെ ഉണ്ടാക്കാതിരുന്നിട്ട് ഹിന്ദുക്കളെണ്ണം കുറയ്ക്കാം. ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കൂ? എന്താണെങ്കിലും രാഹുൽ ഈശ്വറിൻ്റെ ഒരു സൈഡിലൂടെ ഇതിങ്ങനെ പറഞ്ഞൊരു വഴിക്ക് പോകുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടും ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നവരാ ആണ് എൻ്റെ ഫീലിങ്ങാണ്. PC ജോർജ് അങ്ങോട്ട് പറയുകയാണ്, അയാൾക്ക് പിന്നെ അന്തവും ബോധമൊന്നുമില്ല, അങ്ങോട്ട് വിളിച്ച് പറയണം. ഇങ്ങനെ ഇതിനിടയിൽ കൂടിയുള്ള മറ്റേ കലക്കവെള്ളത്തിന് മീൻ പിടിക്കുന്ന പരിപാടിയാണ് രാഹുൽ ഈശ്വർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അതിനിടയിൽ ഫെർട്ടിലിറ്റി റേറ്റും മുസ്ലിങ്ങളുടെ കൗണ്ട് കൂടിയതും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളെ കൗണ്ട് കുറവാണ്. എന്ത് കാര്യത്തിന്? ഈ നാട്ടിലിപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ അത്യാവശ്യം ആളുകൾ മനസമാനത്തിന് മര്യാദയ്ക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിട്ടുള്ളത് ലഹരിയാണ്. അത് ഈ പറഞ്ഞ ലവ് ജിഹാദും റോമിയോ ജിഹാദ് അല്ലെങ്കിൽ മറ്റേ കുറേ ജിഹാദ് പരിപാടികളൊന്നുമല്ല ഇവിടുത്തെ മെയിൻ വിഷയം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് ലഹരിയെ ഇല്ലാതാക്കാൻ പറ്റുമോ? ആ പരിപാടി നമുക്ക് അത് ചുമ്മാ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വിളിച്ച് പറഞ്ഞ് ഇത് സത്യം പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പോൾ ഈ ജിഹാദ് എടുത്തിട്ടത് കൊണ്ട് ലഹരിയുടെ സ്കീമെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവരുടെയും ഫോക്കസ് മാറിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ തലേക്കാവും പോണേ. ലവ് ജിഹാദിൻ്റെ തലേക്കും PC ജോർജിൻ്റെ തലേക്കും കുറച്ച് ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോഴുള്ള പിടുത്തങ്ങൾ കുറച്ച് പിടിച്ചല്ലോ, നാട്ടുകാരെ കണ്ണിലൊക്കെ പൊടി ഇട്ടല്ലോ. അപ്പോൾ പിന്നെ നൈസായിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് കൂടി വന്ന് കുട്ടികളുടെ ഇടയിൽ സപ്ലൈ ചെയ്യാന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന പരിപാടികളൊക്കെയാവും ചിലപ്പോൾ നടക്കുന്നത്. എമ്പുരാൻ്റെ പ്രൊമോഷനാണ് ഈ നടക്കുന്ന എന്താ പറയുക
ലഹരിപ്പിടുത്തവും കാര്യങ്ങളും ലഹരിയെക്കുറിച്ചുള്ള ചർച്ചകളെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. എനിക്കറിയാൻ പാടില്ല. അതാണെങ്കിലും അങ്ങനെ ഒരു സ്കീമിൽ കുറേ ആൾക്കാർ ചിന്തിക്കും. എടേ ആരും ഒന്നും പ്രത്യേകിച്ച് കാടിറക്കി കാടുകളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലഹരി ആപത്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതെങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്യാം നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ള ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും കൂടി ഗ്രൂപ്പായി നിന്ന് ചെയ്യുക. അല്ലാതെ ഈ പറഞ്ഞ ജിഹാദിൻ്റെയും മറ്റേൻ്റെയും പിന്നാലെയൊക്കെ പോയിട്ട് വർഗീയതൻ്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ PC ജോർജിനെ പോലുള്ളവരൊക്കെ ചെവി കൊടുക്കാതിരിക്കുക. രാഹുൽ ഈശ്വറൊക്കെ പറയുന്ന കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല പോയിൻറ്റ്സ് പറയും, അതെടുക്കുക. ചില പോയിന്റുകൾക്ക് അകത്ത് അങ്ങേരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ആ സാധനം കൃത്യമായി നോട്ട് ചെയ്തിട്ട് അത് ഇഗ്നോർ ചെയ്ത് കളയും. ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഓക്കെ.